നാട്ടുകല്ലിന്റെ ഈ ഇതിന്റെ ചരിത്രം ഒന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ എന്റെ പാപ്പാരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇവിടെ വന്നതാണ്. ഞാൻ ഈ പിന്നെ അമ്പർത്തങ്ങൾ വന്നിട്ട് ചുവരിലേന്റെ അടിച്ചു വിലായത്ത് കണ്ടു വന്ന് വിലായത്ത് അയാൾക്ക് ഒരു ഇതുണ്ടല്ലോ അത് കണ്ടു. അപ്പൊ ഇനി വളർന്ന മതി, രാജ്യക്കാർക്കൊക്കെ തൃപ്തിപ്പെട്ടു, നിങ്ങൾ ഇന്ന ആളാന്നൊക്കെ മനസ്സിലായി, അതുകൊണ്ട് ഇനി വളരണ്ടെന്നും പറഞ്ഞിട്ട് ഈ ചുവരിലേറ്റ് അടിച്ചതാണ്. അപ്പൊ ഒരു പൊളി ഇങ്ങോട്ടും പോണു, മറ്റേതവിടെ നിൽക്കുന്നുണ്ട്. ബീസാൻ കുത്തിയതാണ്, ഇത്ര പോകുന്നൊരു കല്ല് ബീസാൻ കുത്തിയതാണ്, അത് വളർന്നാണ്. പിന്നെ ഈ കല്ലിനൊപ്പം കാണുന്നത് ഈ ഗവൺമെന്റ് പണിക്കാരൊക്കെ വന്നിട്ട് അത് നീക്കാനും ഇതിനൊന്നും പിടിച്ചില്ല, ആ കടത്തം തന്നെ ഇപ്പം കിടക്കുന്നത്. ഈ കല്ല് വളരാൻ തുടങ്ങിയത് എന്നാണ് എങ്ങനെ ആളുകൾ അറിഞ്ഞത്? ഇത് നമ്മള് കാണുമ്പോ കല്ല് അങ്ങനെയാണ്, ഇതിന്റെ മുറിപ്പുറത്തും കല്ല് അങ്ങനെ പിന്നെ വളർന്നിട്ടില്ല. ആദ്യം വളർന്നു പറയുന്നു. എനിക്കിപ്പോ ഒരു 10-20 വയസ്സൊക്കെ ആയി. അന്നും അതങ്ങനെയാണ്. എന്റെ ബാപ്പ ഉണ്ടായിരുന്നൊന്നും അങ്ങനെ. പിന്നെ പാപ്പാരായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് അന്നുണ്ടായിരുന്നോന്ന് പാപ്പാക്കാരിയൊന്നും എനിക്കറിയില്ല. അതിന് വേറെ കൃത്യമായ ഒരു ചരിത്രം ഇല്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെന്താ മൗലീദോ അങ്ങനെന്താ? ഒരു മൗലീദുണ്ട് അവിടെ. മൗലീദുണ്ട്. അതിപ്പോ ഈ ആൾക്കാർ കെട്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ അയാളെ ഇല്ല. ആരുണ്ടാക്കിയതാ? അതിവിടെ ഒരു മൗലീദ് ഉണ്ടാക്കിയതാണ്. കൃത്യമായ തെളിവൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ദർഗനായിട്ട് എന്താ ബന്ധം? മക്കാമിനായിട്ട്? ഞാനിവിടെ ആദ്യം പിന്നെ കാവ്യമാരായിട്ട് വന്നതാണ്. ഇപ്പൊ എന്റെ ഒരു പിന്നെ പെങ്ങളാണ് നടത്തുന്നത്. എനിക്ക് വയസ്സും ഇതൊക്കെ ആയില്ലേ, അപ്പൊ പിന്നെ ഓന് കണ്ടു കൊടുത്തു. ഒന്ന് ചെറുപ്പക്കാരനാണ്. നിങ്ങളെ പേര്? എന്റെ പേര് കുഞ്ഞമ്മദ് മുസ്ലിയാർ, പുത്തനങ്ങാടി. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞു? അതിപ്പോഴത്തെ പേരാണ്, അയാളെ പേര് ശരിക്കും അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. അത് ഇസ്ഹാഖ് വലിയുള്ള നാട്ടിൽ. ഇസ്ഹാഖ് വലിയുള്ള. അതിപ്പോ അത് അയാളെ പേര് നമുക്ക് പിന്നെ ഇട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഒരു പേര് കിട്ടുന്നു. അല്ലാതെ അയാളെ പേരെന്താണ്, അയാളെ എവിടെ സ്ഥലം, ഏതാ രാജ്യം എന്നൊന്നും അറിയില്ല. ഈ പേര് ഇട്ടത് ആരാണ്? അതിവിടെ പിന്നെ എല്ലാരും കൂടിയിട്ടിട്ടൊന്നും മാത്രം എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് അത് വേണ്ടാന്നും പറഞ്ഞു. അങ്ങനെ ആ പേര് വേണ്ട, അയാൾക്ക് തിരുപ്പതി ഇല്ലെങ്കിൽ നമ്മൾ ആ പേര് ഇടണ്ട. അപ്പൊ വലിയുള്ളാക്കി അവിടെ പേര് അവിടെ എഴുതിയിട്ടില്ലേ, ആ പേരാക്കി. പിന്നെ ആ പേര് വേണ്ടാന്ന് പറഞ്ഞു. അതിപ്പോ അയാൾക്ക് തിരുപ്പതി ഉണ്ടോ അയാളെ പേരെന്താന്നൊന്നും ഞമ്മക്കറിയില്ല. അപ്പൊ ആ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടാച്ചു. എവിടുന്ന് വന്നതാണ്? അതൊന്നുമില്ല, അവിടെ കാണപ്പെട്ടപ്പോ ആ യാറ അങ്ങനെ കണ്ടതാണ്. അപ്പൊ ഈ പള്ളിയുടെ മുമ്പ് ഉണ്ടാവണം, പള്ളിയുടെ ഉണ്ടാവണം.